ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നാടൻ ഉണ്ണിയപ്പമാണ്. എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും വളരെ രുചികരവുമായ ഒരു പദാർത്ഥമാണ് നാടൻ ഉണ്ണിയപ്പം. അതിൻ്റെ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വരൂ, കിച്ചണിലേക്ക് പോവാം നമുക്ക്. ഉണ്ണിയപ്പത്തിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അരിപ്പൊടി 1.5 കപ്പ്, ഗോതമ്പ് പൊടി 1/2 കപ്പ്, ശർക്കര 200 ഗ്രാം, ഏലക്ക 4 എണ്ണം പൊടിച്ചത്, ഉപ്പ് 1/4 ടീസ്പൂൺ, എള്ള് 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, വറുത്ത തേങ്ങ 1/2 കപ്പ്. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 200 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കണം. ഇത് 1 കപ്പ് ശർക്കര പാനിയാണ്. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് അരിമാവ് ഇടുക. 1/2 കപ്പ് ശർക്കര പാനി ഒഴിക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി ചേർക്കുക. പഴം അരച്ച മിക്സും കൂടിയിട്ട്, അതായത് 2 റോബസ്റ്റ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏലക്ക പൊടിച്ചതും ജീരകം, നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എള്ളും കൂടിയിട്ട് നന്നായി 1 മിനിറ്റ് യോജിപ്പിച്ച് ചേർക്കുക. മധുരത്തിന് അനുസരിച്ച് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പോളം ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ട്. മാവ് കട്ടിയാവുന്നതിനനുസരിച്ച് വെള്ളവും ശർക്കര പാനിയും ചേർത്ത് 1 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാവ് ദോശയുടെ പരുവത്തിൽ, അതായത് കോരി ഒഴിക്കുന്ന വിധത്തിൽ കലക്കി 3 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കണം. അങ്ങനെ മാവ് 3 മണിക്കൂറിന് ശേഷം പൊങ്ങി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ച ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവിൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു. സ്വാഗതം. അല്ല, തെറ്റിപ്പോയി.